അമലോത്ഭവ തിരുനാൾ. മറിയത്തിന്റെ അമലോത്ഭവ തിരുനാളിന്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. ഗബ്രിയേൽ ദൂതനിൽ നിന്ന് മംഗളവാർത്ത ലഭിച്ചതിനു ശേഷം തന്റെ ഇളയമ്മയായ എലിസബത്തിനെ സന്ദർശിക്കുന്നതും തന്റെ ആനന്ദം ഒരു സ്തോത്രഗീതത്തിലൂടെ ആലപിക്കുന്നതുമായ സുവിശേഷ ഭാഗമാണ് ഇന്നത്തെ വായന. വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകന് അവതരിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു പെൺകുട്ടിയെ അനാദി മുതൽ തിരഞ്ഞെടുക്കുകയും പാപദേശമെന്നെ അവളെ സൃഷ്ടിക്കുകയും ചെയ്തു എന്നതാണ് അമലോത്ഭവ തിരുനാളിന്റെ അടിസ്ഥാനം. ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം ഒന്ന് മാത്രമാണ് ഈ ജന്മത്തിന് കാരണമായത്. ആ കരുതലും സംരക്ഷണവും ജീവിതത്തിലുടനീളം അവളോടൊപ്പം ഉണ്ടായിരുന്നു. അത് അവളുടെ ആത്മാവുമായി ബന്ധപ്പെട്ട സംരക്ഷണമാണ്. ലോകത്തിന്റെ സൃഷ്ടിയിൽ ഏറെ ക്ലേശങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ അവൾ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊണ്ടിരുന്നു എന്ന വചനത്തിന്റെ പൊരുൾ മറ്റെന്താണ്? രക്ഷകന്റെ അമ്മയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന മഹോന്നത സ്ഥാനം പോലും ആവശ്യത്തിലിരിക്കുന്നവരെ ശുശ്രൂഷിക്കുന്നതാണ് അവൾ വിനിയോഗിച്ചത്. നിസ്സാര നേട്ടങ്ങളെ പ്രതി അഹങ്കരിക്കുന്നവർക്കുള്ള അവളുടെ ഉപദേശം ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവർ ചിതറിക്കപ്പെടും എന്നതാണ്. തന്റെ ജനമായ ഇസ്രായേലിന്റെ തകർച്ചയുടെ ഈ അടിസ്ഥാന കാരണം ഈ അഹങ്കാരമായിരുന്നു. അതിനാൽ ശക്തന്മാരെ അവരുടെ സിംഹാസനം അവിടുന്ന് മറിച്ചിട്ടു. എന്നാൽ അവിടുത്തെ ഭക്തരുടെ മേൽ അവിടുന്ന് കരുണ വർഷിക്കും. മനുഷ്യവംശം മുഴുവൻ ദൈവത്തോട് ചെയ്ത എല്ലാ അവിശ്വസ്യതയ്ക്കും ഏറ്റവും ഉചിതമായ വിധേയത്തിലൂടെ മനുഷ്യവംശത്തിന് മുഴുവൻ അനുഗ്രഹം വാങ്ങി തന്നവളാണ് മറിയം. ആമേൻ.